അപ്പൊ മിസ്റ്റർ അജിത്ത്, ഈ മെൻസ് ഓർഗനൈസേഷൻ ആരുടെ കൂടെ നിൽക്കും? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിൽക്കും? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ആണല്ലോ നിൽക്കേണ്ടത്. കാരണം അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയോ വേറൊരു കോടതി നടപടികളോ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും പെൺകുട്ടികൾ വന്ന് ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് മാത്രമല്ല കേരളത്തിലെ സ്ത്രീകളെല്ലാം ഇപ്പൊ തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് മാങ്കൂട്ടത്തിനെതിരെ വർഷങ്ങൾക്ക് മുൻപേ അവർ തമ്മിൽ സൗഹൃദമായിരിക്കുകയും ഇപ്പോഴും സുഹൃത്ത് എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്ന യുവതികൾ വന്ന് പറയുകയാണ്, പീഡിപ്പിച്ചു, അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചു, മെസ്സേജുകൾ അയച്ചു, പ്രഗ്നന്റ് ആയി, ഇങ്ങനെ പല ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പൊ ഉന്നയിക്കുന്നത്. അത് MLA ആയതിനു ശേഷമാണ്. അദ്ദേഹം അറിയാലോ, രാഷ്ട്രീയത്തിൽ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒത്തിരി നല്ലൊരു സ്ഥാനം നേടിയെടുത്തു. ജനങ്ങളുടെ ഇടയിൽ ഒരു ജനഹൃദയങ്ങളിൽ അദ്ദേഹം കയറി പിടിച്ചു എന്ന് അറിഞ്ഞപ്പോ എതിർഭാഗം രാഷ്ട്രീയ പ്രവർത്തകർ സ്ത്രീകളെയും കൂടി കൂട്ടിയിട്ട് ഇന്ന് ഏതൊരു പുരുഷനെയും തകർക്കാം എന്നുള്ളത് പോലെ തന്നെ രാഹുലിനെയും തകർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിന്റെ ഭാഗമാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രസിഡന്റ് സ്ഥാനം പോയി, അടുത്തത് MLA സ്ഥാനം രാജിവെക്കണം എന്നാണ് പറയുന്നത്. ആദ്യം ഓരോരോ സ്ഥാനങ്ങളായിട്ട് അതിൽ നിന്ന് വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോ അവിടെ കൊണ്ട് തീരുമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അടുത്ത് പറയുകയാണ് MLA സ്ഥാനം രാജിവെക്കണം. അതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ഒരു കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. കാര്യം മുൻകാലങ്ങളിൽ മുകേഷ് MLA ഉണ്ട്, എൽദോസ് MLA ഉണ്ട്, ഇവർക്കെതിരെ പരാതികൾ വന്നു, FIR ഇട്ടു. അപ്പോഴൊന്നും അവിടെ രാജിയുടെ ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു പരാതി പോലും പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പോലും എടുത്തിട്ടില്ല, FIR ഇട്ടിട്ടില്ല. അദ്ദേഹം രാജിവെക്കണം എന്നാണ് പറയുന്നത്. അതെന്ത് നടപടിയാണ്? സ്ത്രീകൾ ഏതെങ്കിലും സമയത്ത് സ്വാഭാവികമായിട്ട് രാഹുൽ മാങ്കൂട്ടം വിവാഹം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രണയങ്ങൾ ഉണ്ടാവാം, അത് സ്വാഭാവികമാണ്. പ്രണയിക്കാൻ പാടില്ല എന്നൊരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. സ്ത്രീ പുരുഷന്മാർക്കും പ്രണയിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ പ്രണയബന്ധത്തിൽ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞിരിക്കാം. രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരേ അഭിപ്രായത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അത് പിന്നീട് പീഡനമാവുകയും ബലാത്സംഗം എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞാല് ഒരു പ്രാവശ്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു പ്രാവശ്യം. ഇവിടെ വർഷങ്ങളോളം, മാസങ്ങളോളം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അത് ബലാത്സംഗമെന്ന് വർഷങ്ങൾ കഴിഞ്ഞ് വന്ന് പറയുകയാണ്. ഇത് കേട്ട് എന്തോ ഇവിടെ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് മുഖ്യധാര മാധ്യമങ്ങൾ അന്തിച്ചർച്ച വയ്ക്കുകയും അദ്ദേഹത്തിനെതിരെ വേട്ടയാടുകയും ചെയ്യുകയാണ്. ഇത് പുരുഷ സമൂഹത്തിന് തന്നെ അപമാനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനമാണ്. കാര്യം ഇന്ന് ഒരു വിഭാഗം സ്ത്രീകൾ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ നമുക്ക് തന്നെ നാണക്കേടാണ്. കാര്യം സ്വന്തം ശരീരത്തിന് പെണ്ണിന്റെ ശരീരത്തിന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും ഒരു വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവര് ഈ ഇമ്മാതിരി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, എനിക്കൊരു കുഞ്ഞ് പ്രഗ്നന്റ് ആയി, ഇങ്ങനെയൊക്കെ പറയില്ല. പറയാൻ അവർക്ക് പറ്റില്ല. പണ്ട് കാലത്തെ ഒരു സ്ത്രീയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലത്തുള്ള പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല. അവർക്ക് വിവരവും വിവേകവും കൂടിപ്പോയതാണോ പ്രശ്നമെന്നറിയില്ല. ഇവിടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. വിവാഹം കഴിച്ചിട്ടല്ലേ സാധാരണഗതിയിൽ ഈ പീഡനമൊക്കെ നടക്കുന്നത്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വിവാഹം കഴിച്ചിട്ടാണ്. ഇവിടെ ഇവര് വിവാഹം കഴിക്കുന്നതിന് മുൻപേ ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ വളർന്നു വരുന്ന ഏതെങ്കിലും പദവിയിലിരിക്കുന്ന പുരുഷന്മാരെ കമ്പനി അടിച്ച് അവരുടെ കൂടെ കിടക്ക പങ്കിടുകയാണ്. കിടക്ക പങ്കിട്ടിട്ടാണ് പീഡിപ്പിച്ചു, എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ വന്ന് പറയുന്നത്. എന്തോ അവർക്കൊരു അഭിമാനം പോലെ, എന്തോ കിട്ടിയതുപോലെയാണ്. തീർച്ചയായിട്ടും കിട്ടി, കാര്യം ശരിയാണ്. റിനിയെ പോലുള്ളവർ സിനിമാ നടി എന്ന് പറയുന്നുണ്ട്. നമുക്കറിയോ ഏതെങ്കിലും സിനിമയിൽ ആ സ്ത്രീ അഭിനയിച്ചത്? ആർക്കും അറിയില്ല. ഒത്തിരി റീൽസുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് അതൊക്കെ പുറത്തു വരുന്നത്. യഥാർത്ഥം പറഞ്ഞാൽ ആ റീൽസ് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഉള്ളതായിട്ട് അറിയോ? പക്ഷെ ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ചു, ഒരു ചാനലിൽ വന്ന് ഇങ്ങനെ രാഹുലിനെ കുറിച്ച് കുറെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു. ഒരു ഇരുട്ടി വെളുക്കുന്നതിന് മുൻപേ അവര് സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും മറ്റ് മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടി അവരെ വൈറലായി ഇവിടുത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആയി മാറി എന്നുള്ളതാണ്. അപ്പൊ ഇത് മലയാളികൾക്ക് തന്നെ അപമാനമാണ്. കാരണം മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയി സംസാരിക്കുമ്പോൾ അവിടെയുള്ളവർ പറയുന്നവരാണ് മലയാളി പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെയധികം മോശം സ്ത്രീകളാണെന്നാണ്.
ആ രീതിയിലോട്ടെത്തി നമ്മുടെ മക്കള് ഇത്രത്തോളം തരം താഴണമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല അജിത്തെ, ഇതിനകത്ത് ഈ തെളിവുകളില്ല എന്ന് പറയുന്നു. ഈ വാട്സാപ്പ് സന്ദേശങ്ങളും മറ്റ് ശബ്ദരേഖകളും ഒക്കെ ഇതിനകത്ത് വേണ്ടത്ര തെളിവുകളല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു, അല്ലെങ്കിൽ പ്രണയത്തിലായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വോയിസുകൾ ഇടുമല്ലോ, വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടാകുമല്ലോ, ടെലിഗ്രാമിൽ ചാറ്റ് ചെയ്യുമല്ലോ, അത് സ്വാഭാവികമല്ലേ? ഇപ്പൊ പ്രണയിക്കാൻ പാടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്നത് പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല എന്നല്ലേ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ വാട്സപ്പ് ചാറ്റുകളും മറ്റുള്ള വോയിസുകളും പുറത്തു വരുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൽ എന്താ പറയാ, അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്ത് നിന്നെ കൊല്ലുവാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ താമസം വേണോ, അത് ആ പെൺകുട്ടി തന്നെ പ്ലാൻ ചെയ്ത് പറയിക്കുന്നതാണ്. അത് മാത്രമല്ല, ആ സമയത്ത് വേറെ ആരോ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ആ റൂട്ടിലോട്ട് കൊണ്ടുവന്ന്, കാര്യം മാധ്യമങ്ങൾക്ക് ഇവർക്ക് എന്നായാലും ഇത് പുറത്ത് പറയണം, പുറത്തു വിടണം, ഇദ്ദേഹത്തിന്റെ ഭാവി തകർക്കണം, ജീവിതം തകർക്കണം എന്നുള്ളത് മുൻകൂട്ടി കണക്ക് കൂട്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കില്ലല്ലോ. അപ്പൊ ആ റെക്കോർഡിങ്ങില് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്ത് ഓരോ വാക്കുകൾ പറയിക്കുകയാണ്. കാരണം അദ്ദേഹം മാനസികമായിട്ട് ഒരുപാട് തകരുന്നു, എനിക്ക് വല്ലാത്തൊരവസ്ഥയിലോട്ട് പോവുകയാണെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. ഇവിടെ പെൺകുട്ടി വെറും ലാഘവത്തോട് കൂടിയിട്ടാണ് പ്രഗ്നന്റ് ആണ്, കുഞ്ഞുണ്ട്. ഏത് കുഞ്ഞുണ്ടെന്നാണ്? ഇല്ലാത്ത കുഞ്ഞിന്റെ പേരിലായിരിക്കാം ഈ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ രാഹുലിന്റെ കുഞ്ഞാവണമെന്നില്ല. അതൊക്കെ DNA ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ സ്ത്രീകള് ഒരേ സമയം ഒരുപാട് പുരുഷന്മാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴ് സ്വാഭാവികമായിട്ട് ആരാ രാഹുലിന്റെ കുട്ടിയാണോ എന്നുള്ള ആദ്യം നമ്മൾ നോക്കണം. അതൊക്കെ നോക്കണം. ഇത് ഇല്ലാത്ത കുഞ്ഞിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തിരിക്കുക, ഭ്രൂണത്തിനെതിരെ കേസെടുത്തിരിക്കുക. ഇത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഒരു പെൺകുട്ടി അറിയാതെ ആഘോഷം നടക്കില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും വ്യക്തതയില്ല. അത് മാത്രമല്ല, ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാല് ഈ റിനി വന്നു, മാധ്യമ ശ്രദ്ധ കിട്ടി, അപ്പോ എനിക്കും ഒന്ന് മാധ്യമ ശ്രദ്ധ കിട്ടാം, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാം എന്ന് വന്നിട്ടാണ് അതും അടുത്ത് ഓരോ കാര്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇവരുടെ കയ്യിലൊന്നും കാര്യമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. അങ്ങനെ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നു. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. പിന്നീട് അത് കോടതിയിൽ വരും. കോടതി കുറ്റക്കാരനെന്ന് പറയട്ടെ. കോടതി കുറ്റക്കാരനെന്ന് പറയുമ്പോൾ മാത്രമേ സ്വാഭാവികമായിട്ട് ഒരാൾ MLA സ്ഥാനം രാജിവെക്കുകയും അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമൊക്കെ രാജിവെക്കേണ്ടത് അപ്പോഴാണ്. ഇത് അതിനു മുന്നേ ഇവിടെ ഇലക്ഷൻ വരുന്നതിന്റെ ഒരു ഓളം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് മറുഭാഗമുള്ളവരും എല്ലാവരും കൂടി ഒരു വലയം തീർത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ തേജോധം ചെയ്യുകയാണ്. ഈ അഭിമാനം എന്ന് പറയുന്നത് പെണ്ണിന് മാത്രമല്ല, അഭിമാനം പുരുഷന്മാർക്കുണ്ട്. ഏറ്റവും കൂടുതൽ അഭിമാനത്തിന് വില കൽപ്പിക്കുന്നത് പുരുഷന്മാരാണ് ഇന്നത്തെ കാലത്ത്. സ്ത്രീകൾക്ക് അങ്ങനെ വലിയ അഭിമാനമൊന്നുമില്ല. എങ്കിൽ ഇങ്ങനെ വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ പറയില്ല. അപ്പോൾ അഭിമാനം കൊണ്ടാണ് അദ്ദേഹം കൂടുതലായിട്ടൊന്നും പറയാത്തത്. ഇവിടെ പെണ്ണിന് നോ പറയാമെങ്കിൽ പുരുഷൻ നോ പറയാം. എന്തുകൊണ്ട് പുരുഷൻ നോ പറയാൻ പാടില്ല എന്ന് പറയുന്നത്? അത് തെറ്റായിട്ടുള്ള നടപടിയല്ലേ? അല്ല, ഇതിനകത്ത് ഇപ്പൊ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകളായാലും ആരായാലും അഭിമാനം കളഞ്ഞു കുളിക്കുമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അല്ല, മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് അഭിമാനം കളഞ്ഞു കുളിക്കുമോ ഇത്തരത്തിൽ? സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോ. അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സരിത മുതൽ തുടങ്ങിയതല്ലേ. സരിത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വരെ ആദ്യം പിതൃതുല്യൻ എന്നാണ് പറഞ്ഞത്. പിതൃതുല്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ സ്ഥാനത്തെന്നാണ്. ആ അച്ഛൻ അവസാനം പീഡിപ്പിച്ചു എന്നല്ലേ പറഞ്ഞത്. അതാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോ അടുത്ത എനിക്ക് തോന്നുന്നത് VD സതീശനെതിരെ ഇത് വരുമെന്നാണ് തോന്നുന്നത്. കാര്യം VD സതീശനെ പിതൃതുല്യൻ എന്നാണ് റിനി പറഞ്ഞത്. എന്നിട്ട് ഇപ്പോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് വീഡിയോ ഇറങ്ങി, കേക്ക് കട്ട് ചെയ്യുന്നതും കേക്ക് കഴിക്കുന്നതും ഭയങ്കരമായിട്ട് ചിരിച്ച് ഉല്ലാസിക്കുന്നതും. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത അദ്ദേഹവും പീഡിപ്പിച്ചെന്ന് പറയും. അതാണ് ഇന്നത്തെ ലോകമെന്ന് പറഞ്ഞാൽ. പെണ്ണെന്ന് പറയുന്നത് ഇപ്പം അഭിമാനമില്ലാത്ത, മാനമില്ലാത്ത ഒരു വർഗമായിട്ട് മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പീഡിപ്പിച്ചു എന്ന് മാധ്യമങ്ങളിൽ വന്ന് പറയുന്നത്? എനിക്ക് ഞാൻ ചോദിട്ടെ, സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരൊക്കെ പരിചയപ്പെട്ടത്. ഈ സോഷ്യൽ മീഡിയ വഴി ഒരാളിനെ പരിചയപ്പെടുത്താൻ നിന്നു കൊടുക്കുന്നത് എന്തിനാ? അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോകാമല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ കിടക്കുകയല്ലേ. ഇവിടെ ഇത് ബ്ലോക്ക് ചെയ്യാതെ പറയുന്നതെല്ലാം ആസ്വദിച്ച് അദ്ദേഹം വിളിക്കുന്നിടത്തെല്ലാം പോയി അതെല്ലാം കാര്യവും കഴിഞ്ഞതിന് ശേഷം പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യമാണ്. അതെങ്ങനെയാണ് പല പ്രാവശ്യം ഒരാളിനെ ബലാത്സംഗം ചെയ്യാൻ പറ്റുന്നത്, പീഡിപ്പിക്കാൻ പറ്റുന്നത്? ഒരു പ്രാവശ്യമല്ലേ പറ്റത്തുള്ളൂ.
അപ്പൊ ഇതൊന്നും പരിഗണിക്കാതെയാണ് അദ്ദേഹത്തിന് വേട്ടയാടുന്നത്. അത് ഇന്ന് രാഹുലാണെങ്കിൽ നാളെ നമ്മളെല്ലാവരുമാണ്. പുരുഷനെന്ന് പറഞ്ഞ് നടക്കുന്ന ആണത്വമുള്ള എല്ലാവരുടെ തലയ്ക്കും ഇതെല്ലാം വരാം. ഇപ്പൊ ഇന്ന് അദ്ദേഹത്തിന് നേരെ കല്ലെറിയുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരിലെ നേതാക്കന്മാർക്ക് നാളെ ഇത് വന്നുകൂടാന്നില്ല, എനിക്കെതിരെ വന്നുകൂടാന്നില്ല. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലെ സ്ത്രീകള് ഇവിടുത്തെ നിയമത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. ഇത് വർഷങ്ങളായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്ത്രീകൾക്ക് ഇപ്പോ വിദ്യാഭ്യാസവും വിവരവും കൂടിപ്പോയതിന്റെ കുഴപ്പം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമത്തെ ദുരുപയോഗം ചെയ്യുക, അത് ഇവിടെ അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.